ഹരി ഓം. എല്ലാ സാധകർക്കും അവധൂതാമൃതം 11ാം ഭാഗത്തിലേക്ക് സ്വാഗതം. അവധൂജി, നമ്മൾ നിരീക്ഷണം ഇവയെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള സംശയങ്ങളുടെ നിവാരണമാണ്. അപ്പം നമ്മൾ മനസ്സിനെ നിരീക്ഷിക്കുമ്പോൾ ചിന്തകളുടെ പ്രവാഹം ഉണ്ടാവാറുണ്ട്. ആ നിരീക്ഷണം കുറച്ചും കൂടി ആഴത്തിലാവുമ്പോൾ ഈ രണ്ട് ചിന്തകൾക്കിടയിലുള്ള ആ ഒരു ഗ്യാപ്പിനെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഒരു ചിന്ത വന്ന് അടുത്ത ചിന്ത തുടങ്ങുന്നതിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. എന്നാൽ അതിനെ സാക്ഷിയായി നോക്കിക്കാണുമ്പോൾ ഈ ഗ്യാപ്പിനെ കൂട്ടുക, ഈ രണ്ട് ചിന്തകൾക്കിടയിലുള്ള ഗ്യാപ്പിനെ കൂട്ടുമ്പോൾ നമുക്ക് സൈലൻസ്, ആ ശാന്തത അനുഭവിക്കാൻ സാധിക്കുമെന്ന് പറയാറുണ്ടല്ലോ. ഇപ്പോൾ ഒരു സാധകന് ഈ രണ്ട് ചിന്തകൾക്കിടയിലുള്ള ഈ ഗ്യാപ്പ്, അല്ലെങ്കിൽ ആ ഒരു വിടവ്, ആ ഒരു വ്യത്യാസം, രണ്ട് ചിന്തകൾക്കിടയിലുള്ള ആ ഒരു സൈലൻസിനെ കൂട്ടാൻ സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഗ്യാപ്പിനെ കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഹരി ഓം. ബാലുവിൻ്റെ ചോദ്യം ശ്രദ്ധിച്ചു. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്, നമ്മളിലെല്ലാം ചിന്തകൾ വരാറുണ്ട്, ചിന്തയുടെ പ്രവാഹം തന്നെ വരാറുണ്ട്. പക്ഷേ ഈ ചിന്തകളെല്ലാം ഒന്നിനെ കുറിച്ചായിരിക്കില്ല, പല 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 ചിന്തകളായിരിക്കും. ചിന്തയുടെ സ്വഭാവത്തെ പറ്റി ഒന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ ചിന്തകളായിട്ട് വരാം, ഭാവി കാലത്ത് എന്താകും എന്നുള്ള ആകുലത ആറുന്ന ചിന്തകളാകാം, ഇപ്പം ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ചിന്തയാകാം, ഓർമ്മകളും അനുഭവങ്ങളും എല്ലാം ചിന്തകളുടെ വിഷയങ്ങളായിട്ട് വരും. അപ്പോൾ ഒരേ പാറ്റേണിലുള്ള ചിന്ത അല്ല വരുന്നത്. ചിന്തയുടെ രീതികൾ മാറിക്കൊണ്ടിരിക്കും. പലതിനെയും പറ്റി ചിന്തിക്കും. ചിന്തിക്കുന്നവൻ ഒരാളേ ഉള്ളൂ, പക്ഷേ ആ ചിന്തിക്കുന്നവൻ പലതിനെയും പറ്റി ചിന്തിക്കും. അങ്ങനെ ഒരു ചിന്തയുടെ പ്രവാഹമാണ്. ഈ ചിന്തയുടെ പ്രവാഹത്തെ വീണ്ടും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, അതായത് ഇപ്പോൾ നദി നമ്മളിപ്പോൾ ഒഴുകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഓരോ തുള്ളികൾ ആ നദിക്കകത്തുണ്ട്, പക്ഷേ ഈ തുള്ളികളെല്ലാം ചേർന്നിരിക്കുകയാണ്. തുള്ളികൾ എല്ലാം ചേർന്ന് ആണ് ഒരു നദിയുടെ ഒരു അവസ്ഥയിലോട്ട് പോകുന്നത്. അതേപോലെ ചിന്താപ്രവാഹങ്ങളിലും ഓരോരോ ചിന്തകളുണ്ട് അതിൽ. അപ്പോൾ ആ ചിന്തകളെ അറിയാൻ പറ്റണം. അങ്ങനെ നോക്കുമ്പോൾ ഒരു ചിന്ത പൊന്തി വരുന്നു, വികസിക്കുന്നു, അത് അവസാനിക്കുന്നു. അടുത്ത ചിന്ത പൊന്തി വരുന്നു, വികസിക്കുന്നു, അത് അവസാനിക്കുന്നു. തുടർന്നും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണല്ലോ നമ്മൾ സംഭവിക്കുന്നത്. അതാണല്ലോ ചിന്താപ്രവാഹം എന്ന് പറയുന്നത്. ശരിയായ വണ്ണം നിരീക്ഷിക്കുമ്പോൾ എന്താ അറിയാൻ പറ്റും? ഒരു ചിന്ത വന്ന് നിലനിന്ന് അല്ലെങ്കിൽ പൊന്തി വന്ന് വികസിച്ച് അത് അവസാനിച്ചിട്ട് അടുത്ത ചിന്ത വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പുണ്ട്. ഒരു ഗ്യാപ്പ്. ഏതിനും ഒരു റെസ്റ്റ് വേണ്ടേ? അപ്പോൾ ചിന്തയ്ക്കും ഒരു റെസ്റ്റ് വേണം. അതിനാണ് ആ ഒരു ഗ്യാപ്പ് വരുന്നത്. ഈ ഗ്യാപ്പ്, ഒരു ചിന്ത പൊന്തി വന്ന് നിലനിന്ന് അവസാനിച്ചു, അടുത്ത ചിന്ത പൊങ്ങി വന്ന് നിലനിന്ന് അവസാനിക്കുന്ന ഈ രണ്ടിൻ്റെ ഇടയ്ക്ക്, ഒരു ചിന്ത അവസാനിക്കുന്നിടവും അടുത്ത ചിന്ത ആരംഭിക്കുന്ന ഇടയ്ക്ക് ഉള്ള ഗ്യാപ്പിനെയാണ് തുര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ബാലുവിൻ്റെ ചോദ്യം, ആ തുര്യം എത്രമാത്രം, ആ ഗ്യാപ്പിൻ്റെ നീളം എത്രമാത്രം ഉണ്ടാകുന്നുണ്ടോ എന്നെങ്ങനെ അറിയും എന്നുള്ളതാണ്. അറിയാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഈ തുര്യവും, എന്താണ് തുര്യമെന്ന് കേട്ടിട്ടുണ്ട്, തുര്യാതീത അവസ്ഥയെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളിൽ ആശയം, നേരത്തെ പറഞ്ഞതുപോലെ ആശയപരമായിട്ടാണ് നമ്മളിതിനെ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ശരിയായ നിരീക്ഷകൻ ഉണർന്നു കഴിഞ്ഞാൽ
അവിടെ തുര്യൻ വന്നാൽ എന്ത്? തുര്യത്തിൻ്റെ ആ ഡ്യൂറേഷൻ, അല്ലെങ്കിൽ ചിന്തകൾ വന്നാൽ എന്ത്? ചിന്താപ്രവാഹങ്ങൾ വന്നാൽ എന്ത്? തുര്യൻ വന്നാലും ആ ഗ്യാപ്പിൻ്റെ നീളം കൂടിയാലും, ചിന്തകൾ വന്നാലും ചിന്താപ്രവാഹം വന്നാലും, ശരിയായ നിരീക്ഷകൻ അവിടെ ഉണ്ടെങ്കിൽ ഇവയെല്ലാം അപ്രസക്തമാണ്. ഇപ്പോൾ പറഞ്ഞു വന്നത്, ആശയത്തെ പിടിച്ചുകൊണ്ട്, മസ്തിഷ്കം ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും നിരീക്ഷണം സാധ്യമല്ല. എന്നിൽ നിലവിൽ ഒരു ചിന്ത ഉത്ഭവിക്കുന്നു, നിലനിൽക്കുന്നു, കടന്നു പോകുന്നു എന്നൊരു നിരീക്ഷകൻ അറിയുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് വരുന്നത് അറിയുന്നുണ്ടെങ്കിൽ, ഗ്യാപ്പ് തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നറിയുന്നുണ്ടെങ്കിൽ, വീണ്ടും അടുത്ത ചിന്ത വരുന്നു എന്നറിയുന്നുണ്ടെങ്കിൽ, നിരീക്ഷകൻ അവൻ ഉണർന്നിരിക്കുകയാണ്. അത് തന്നെയാണ് ഏറ്റവും ഉന്നതമായ സ്ഥിതി. നിരീക്ഷകൻ അവിടെ ഉണ്ടായിരിക്കുക. തുര്യാവസ്ഥ ഉണ്ടാകുന്നു, അത് ഇത്ര നേരം നിൽക്കാൻ പറ്റുള്ളൂ, വീണ്ടും ചിന്ത വരുന്നു എന്ന് പറയുന്നത് വീണ്ടും മനസ്സിൻ്റെ വ്യാപാരങ്ങളാണ്. അതിനെ നിരീക്ഷിച്ചാൽ മതി. അപ്പം നിരീക്ഷകനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന തുര്യവും തുര്യാതീതവും എവിടെയാണ് നടക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ചിന്തയെ ഭയക്കേണ്ടതില്ല. തുര്യാവസ്ഥ എന്നിൽ സംഭവിക്കുന്നുണ്ടോ, അതിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഭയത്തിൻ്റെ ആവശ്യമില്ല, ആകുലതയുടെ ആവശ്യമില്ല. കേവലം നിരീക്ഷകനെ ഉണർത്തി നിരീക്ഷണം നടത്തിക്കൊണ്ട് മുന്നോട്ട് അവനവനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ധ്യാനാവസ്ഥ. ആശയങ്ങൾ പലപ്പോഴും ആശയക്കുഴപ്പം സൃഷ്ടിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. കാര്യം വിശകലനം, വ്യാഖ്യാനം ഇതെല്ലാം മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ജോലിയാണ്. നിരീക്ഷകൻ്റെ ജോലി എന്താണ്? ഇവയെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ഉത്സവപ്പറമ്പിൽ പോവുകയാണ്. ഒന്നിനെ ഒട്ടലില്ലാതെ ആ ഉത്സവപ്പറമ്പിൽ നമ്മളിങ്ങനെ നടക്കുന്നു എന്ന് വിചാരിക്കുക. ഉത്സവപ്പറമ്പിലോട്ട് നോക്കുമ്പോൾ എന്ത് പറ്റുന്നു? അവിടെ സ്റ്റേജുണ്ട്, കലാകാരന്മാർ അവിടെ അഭിനയിക്കുന്നുണ്ട്, കാണികൾ വന്ന് അത് കാണുന്നുണ്ട്, വായി നോക്കാൻ വന്നവർ വായിനോട്ടം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ വ്യാപാരം നടത്താൻ വന്നവർ വ്യാപാരം ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ അവിടെ നോക്കിയാൽ പൂജ നടക്കുന്നുണ്ട്. എല്ലാം അവരവരുടെ ലോകത്ത് നിന്നുകൊണ്ട് അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ കേവലം നിരീക്ഷകനായിട്ട് എല്ലാം നിരീക്ഷിക്കുകയാണ്. എങ്ങനെയാണോ ഉത്സവപ്പറമ്പിൽ ഒരു നിരീക്ഷകനായിട്ട്, എന്നാൽ അതിലൊന്നും ഒരു ഇടപാടുകളും ഇല്ലാതെ, ഒരു ഇടപെടലുകളുമില്ലാതെ നിരീക്ഷിക്കാൻ സാധിച്ചത്, അപ്രകാരം എന്നിലും എൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളെ ഞാൻ നിരീക്ഷിക്കുക. അതിനെ വിലയിരുത്താൻ പോകരുത്, വ്യാഖ്യാനിക്കാൻ പോകരുത്, മാർക്കിടാൻ പോകരുത്, നിരീക്ഷിക്കുക. നിരീക്ഷകൻ്റെ ജോലി അത്ര മാത്രമേ ഉള്ളൂ, നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കാര്യം ഇവ എന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ബോധ്യപ്പെടൽ ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ട് ചിന്തകളുടെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതവിടെ അങ്ങനെ ഇരുന്നോട്ടെ. പലർക്കും ഈ ഗ്യാപ്പിനെ അറിയാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ചിന്തിച്ചു കൊണ്ടാണ് ഇരിക്കുന്നു എന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. അതൊക്കെ നിരീക്ഷകൻ ഉണർന്നാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് ധ്യാനം ശീലിച്ച് വരുന്ന ഒരാൾ ഈ മനസ്സ് ചിന്തകളാൽ കൊണ്ടുപോയി വ്യാപൃതമായി ഇങ്ങനെ ഒരു അതിൻ്റെ ലോകത്ത് കൊണ്ടുപോയിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും തിരിച്ചു വന്നിട്ട് അയ്യോ ഞാൻ കാട് കയറി ചിന്തിച്ചല്ലോ എന്നറിയുന്നത്.
എന്തുകൊണ്ട്? കുറച്ചെങ്കിലും നിരീക്ഷകൻ അവിടെ വർക്കൗട്ട് ആയതുകൊണ്ടാണ് ആ സമയത്ത് അറിയാൻ പറ്റിയില്ലെങ്കിൽ അതിന് ശേഷം അറിയാൻ പറ്റുന്നുണ്ട്. എന്നാൽ ജീവിതകാലം മുഴുവനും ഒരു നിരീക്ഷകൻ തന്നിലുണ്ട് എന്നുള്ള സത്യം പോലും അറിയാതെ ജീവിച്ച് മരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരെല്ലാം ചിന്തകളുടെ ലോകത്ത് ജീവിക്കുന്നവരാണ്. ചിന്തിക്കുവാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരെന്ന് പറയാം. ചിന്തിക്കാൻ വേണ്ടി, എഴിക്കുന്നതേ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. വരെയും ചിന്തിക്കും. ആ ചിന്തകൾ കാരണം തന്നിലുണ്ടാകുന്ന ഊർജ്ജ ശോഷണത്തെ പറ്റിയിട്ടൊന്നും അവൻ ബോധവാനല്ല. തന്നിലുണ്ടാക്കിയ ചിന്തകളുടെ മുറിവ് താൻ കാരണമാണെന്ന് പോലും അറിയാതെ, ആ മുറിവിന് കാരണം മറ്റുള്ളവരാണെന്ന് ആരോപിച്ചുകൊണ്ട് ഞാനും നീയും എന്നുള്ള ചിന്തയിൽ സത്തയുടെ സാന്നിധ്യം പോലും അറിയാതെ ജീവിക്കുന്ന എത്രയോ ജന്മങ്ങളുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ചിന്തകൾ അറിയുക, ചിന്തകൾ പ്രവർത്തിക്കുന്നതിനറിയുക, ഗ്യാപ്പിനെ പറ്റിയിട്ട് ഗ്യാപ്പുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, പക്ഷേ ചിന്തിക്കുന്നതിനെ പറ്റി അറിഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ വരുമ്പോൾ തുര്യത്തിനെയും കാട്ടിയും പ്രാധാന്യം നിരീക്ഷകന് വരും. നിരീക്ഷകനാണ് വേണ്ടത്. തുര്യാവസ്ഥയെത്തിക്കോട്ടെ, തുര്യാതീത അവസ്ഥയെത്തിക്കോട്ടെ, നിരീക്ഷിക്കുക. മനസ്സിലായില്ലേ? ഞാൻ തുര്യം കടന്നു അല്ലെ തുര്യാതീതനായി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെ നിരീക്ഷിക്കുക. കേവലം നിരീക്ഷണം മാത്രം. ഇത് കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു സന്ദർഭം പറയാം. അതായത് ഒരു വലിയൊരു പട്ടണം, ആ പട്ടണത്തിൽ ഒരു അതിധനികനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. വലിയ ധനികനാണ്. അദ്ദേഹത്തിൻ്റെതായ കുറേ ബിസിനസ്സും കാര്യങ്ങളും ഇതെല്ലാം കൊണ്ട് ആകെ ഇദ്ദേഹം മനസ്സ് കലുഷിതമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ, അതായത് വലിയൊരു പട്ടണത്തിൽ ഏകദേശം പട്ടണത്തിൻ്റെ കേന്ദ്രഭാഗത്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു വീടുള്ളത്. ആ വീടിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് വീട്ടിൻ്റെ ഒരു മട്ടുപ്പാവാണ്. അപ്പോൾ എല്ലാ റോഡിൽ കൂടി പോകുന്നവരെല്ലാവരും ആ വീടിനെ ശ്രദ്ധിക്കും. അത്രയ്ക്കും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലാണ് ആ വീട് അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു വൈകുന്നേരം 4:30-5 മണിയൊക്കെ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചായയും മറ്റു കാര്യങ്ങളുമായിട്ട് ഈ മട്ടുപ്പാവിൻ്റെ അവിടെ ഇരുന്ന് ഈ ചായ കുടിച്ചുകൊണ്ട് ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓരോ വ്യക്തികളിങ്ങനെ പോകുന്നതും അദ്ദേഹം അവിടെ ഇരിക്കുന്നത്, ആ വീടിനെ നോക്കുന്ന ആൾക്കാർ അദ്ദേഹത്തിനെ കാണുന്നുണ്ട്, ഇദ്ദേഹത്തിനെ നോക്കുന്നവർ ഇദ്ദേഹവും കാണുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം അങ്ങനെ അതൊരു എൻജോയ് ചെയ്തുകൊണ്ട് അങ്ങനെ ആ മട്ടുപ്പാവിലിരിക്കും, ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദിവസവും അവിടെ കൂടി ഒരു സ്ത്രീ തല മറച്ചുകൊണ്ട്, അതായത് തുണി കൊണ്ട് തല മറച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നത് ഇദ്ദേഹം ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ കുറേ നാൾ കൊണ്ടേ ഇദ്ദേഹം കാണുകയാണ്. പക്ഷെ ഒരിക്കൽ പോലും അവരുടെ മുഖം ഇയാൾ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇദ്ദേഹം ചിന്തിച്ചു, ആ സ്ത്രീ ഒന്ന് പരിചയപ്പെടണമല്ലോ, അതാരാണ് എന്താണ് എന്ന് മനസ്സിലാക്കണം എന്ന് ചിന്തിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു സേവനെ കൊണ്ട് ആ സ്ത്രീയുടെ പേര് ബോട്ടെല്ലാം മനസ്സിലാക്കി. അപ്പോഴൊരു പാവപ്പെട്ടൊരു കുടുംബത്തിൽ ഉള്ളൊരു കുട്ടിയാണ്, ആരുമില്ല എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു അവസരം വന്നാൽ ആ സ്ത്രീക്ക് ഒരു സഹായം കൊടുക്കണമെന്ന് ഇദ്ദേഹം ഇങ്ങനെ മനസ്സുണ്ടെങ്കിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. ഇദ്ദേഹം മട്ടുപ്പാവിലിരുന്ന് ചായ കുടിക്കുന്ന സമയത്ത് വീണ്ടും ഇതേപോലെ സ്ഥിരം ഇതേ സമയത്ത് തന്നെയാണ് ആ സ്ത്രീ നടന്നു പോകുന്നത്, തിരിച്ചു വരുന്നത്.
അദ്ദേഹം ഇങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. കുറേ നാൾ കഴിഞ്ഞു അദ്ദേഹം ഒരു ബിസിനസ് ടൂറിന് അദ്ദേഹം പോയി. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ച് വന്നത്. തിരിച്ച് വന്നപ്പോഴെന്ത് പറ്റി, അതേ സമയത്ത് ആ സ്ത്രീ അങ്ങനെ പോകുന്നുണ്ട്, വരുന്നുണ്ട്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിസിനസ്സിലൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ ബംഗ്ലാവുണ്ട്. അതൊരു വലിയ കാടിൻ്റെ ഉള്ളിലാണ്. അദ്ദേഹം അവിടെ പോയി 1 മാസം റെസ്റ്റ് എടുക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ പോയി തങ്ങുകയാണ്. അപ്പോഴദ്ദേഹം ചിന്തിച്ചു, അവിടെ ഞാൻ 1 മാസം നിൽക്കുന്ന സമയത്ത് എനിക്ക് ഭക്ഷണവും അവിടെയൊക്കെ വൃത്തിയാക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർക്ക് ജോലി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ചെറിയ വരുമാനവും അവരെ ഒന്ന് സഹായിക്കാനും പറ്റും. അങ്ങനെ ഈ സ്ത്രീക്ക് അവിടെ ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾ മനസ്സിൽ ചിന്തിച്ചല്ലോ. ഇദ്ദേഹത്തിൻ്റെ സർവൻ്റെ അടുത്ത് പറഞ്ഞ് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ സമ്മതം മൂളി. കാര്യം അവർക്ക് ജീവിക്കാൻ വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഒരു ജോലിയാകുമല്ലോ എന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുപോയി ആ കാട്ടിൻ്റെ മധ്യത്തിലുള്ള ബംഗ്ലാവിൽ ജോലി കൊടുത്തു. അവരുടെ ജോലി ഇത്രയേ ഉള്ളൂ, ഇദ്ദേഹത്തിന് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കുക, ഇവിടുത്തെ തീൻമേശയിൽ വയ്ക്കുക എന്നുള്ളതാണ്. സമയത്തിന് അദ്ദേഹം വരും, അദ്ദേഹം കഴിക്കും, അദ്ദേഹം പോകും. അദ്ദേഹത്തിൻ്റെതായ ഓരോരോ ജോലിയിൽ വ്യാപൃതനായിരിക്കും. അങ്ങനെ ആദ്യത്തെ ദിവസം, 2ാമത്തെ ദിവസം, 3ാമത്തെ ദിവസം കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കടന്നിങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മുറിയിലിരുന്നിട്ട് ഇദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ ബിസിനസ് ടൂറിൽ പലയിടത്തും പോയിട്ടുണ്ട്, വലിയ ഹോട്ടലുകളിലൊക്കെ തങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ടേസ്റ്റായിട്ടുള്ള ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്തുകൊണ്ട് ഇവരെ എൻ്റെ പട്ടണത്തിലുള്ള വീട്ടിൽ അവിടുത്തെ ഇപ്പോഴത്തെ ജോലിക്കാരിയെ മാറ്റിയിട്ട് മെയിൻ കുക്കായിട്ട് ഇവരെ നിർത്തിക്കൂടാ എന്ന് ചിന്തിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, മട്ടിപ്പാവിലിരുന്ന് ഇവരിങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒരിക്കലും അവരുടെ മുഖം കണ്ടിട്ടില്ല. ഇവരെപ്പോഴും സാരി കൊണ്ട് മുഖം മറച്ചാണ് നടക്കാറുള്ളത്. ഇപ്പോൾ ഈ ബംഗ്ലാവിൽ വന്നിട്ടും അവരുടെ മുഖം കണ്ടിട്ടില്ല. കാര്യം അവർ കൃത്യസമയത്ത് ഭക്ഷണം അവിടെ കൊണ്ടുവച്ചിട്ട് അവരങ്ങ് പോകും. ഭക്ഷണം കഴിക്കേണ്ട സമയമ്പോൾ ഞാൻ വന്ന് അവിടെ വന്ന് കഴിച്ചിട്ട് ഞാനും പോകും. അപ്പോൾ അവരെന്താണ് അവിടെ ചെയ്യുന്നത്, ഭക്ഷണം പാചകത്തിന് ശേഷം അവർ എന്താണ് ചെയ്യുന്നത് ഒന്നും ഇദ്ദേഹത്തിനറിയില്ല. അങ്ങനെ അദ്ദേഹം ചിന്തിച്ചു, എന്തായാലും ഇന്നത്തെ പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സമയം അവരോടൊന്ന് സംസാരിക്കണം എന്ന് ചിന്തിച്ചു. എന്നിട്ട് ഇദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തീൻമേശയിൽ അവിടെ വന്നിരുന്നു. അപ്പോൾ വിഭവസമൃദ്ധമായിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവരവിടെ ഇല്ല. അപ്പോൾ ഇദ്ദേഹം ചായ എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം അവരെ വിളിക്കുകയാണ്, നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കും. അപ്പോൾ അവരവരുടെ പേര് പറയുകയാണ്. അവർ മുന്നോട്ട് വരുന്നില്ല, പേര് പറയാം. ഏതുവരെ പഠിച്ചു, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന്. ഇത് സർവൻ്റ് വഴി അറിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടി ഇദ്ദേഹം ചോദിക്കുന്നു. അവരതിൻ്റെ ഉത്തരം പറയുന്നു. അപ്പോഴദ്ദേഹം പറഞ്ഞു, ഒറ്റയ്ക്കാണല്ലോ ഇവിടെ ഭക്ഷണം കഴിക്കുന്നത്, ഞാൻ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തീൻമേശയിൽ ഇത്രയും കസേരകളെല്ലാം ഉണ്ടല്ലോ, നിങ്ങൾക്ക് വന്നിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് വേണ്ട. എന്നുവെച്ചാൽ അവർ ആ ബോസും സർവൻ്റ് എന്നുള്ള ഒരു ഭയഭക്തിയിൽ അവർ പറയുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞു. നിങ്ങൾ കടന്നു വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴവർ അടുക്കളയിൽ അവിടെ നിന്ന് ഇങ്ങനെ കടന്നു വന്നു. ഇപ്രാവശ്യം അവരിങ്ങനെ മുഖമൊന്നും മറച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം അവരുടെ മുഖം ശ്രദ്ധിച്ചപ്പോൾ ഇദ്ദേഹം ഷോക്കായിപ്പോയി. കാരണം എന്തോ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് അവരുടെ മുഖം ഉള്ളിയിട്ടൊക്കെ ഉണ്ട്. അത് വികൃതമായിരിക്കുന്നത് കൊണ്ടാണ് ഇവർ ഈ സാരി തലപ്പുകൊണ്ട് ഇങ്ങനെ മൂടിയിരിക്കുന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് ഇങ്ങനെ വന്ന് അവിടെ നിന്നു. അപ്പോൾ
അപ്പോൾ ഇദ്ദേഹം ഒരിക്കലേ നോക്കിയുള്ളൂ, പിന്നെ അയാൾ നോക്കിയില്ല. ഇയാൾ മനസ്സിൽ ചിന്തിച്ചു, ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞത് അബദ്ധമായി പോയോ എന്നുള്ള രീതിയിൽ അയാളങ്ങ് മനസ്സുകൊണ്ട് ചിന്തിക്കുകയും ചെയ്തു. എന്നാലും അവർക്ക് ഭയഭക്തി ഉള്ളത് കൊണ്ട് വന്നിരുന്ന് കഴിക്കില്ല എന്നുള്ള ഒരു ആശ്വാസമുണ്ട് മനസ്സിൽ. അങ്ങനെ ഇദ്ദേഹം പിന്നെ ഒന്നും സംസാരിച്ചില്ല. ഇദ്ദേഹം പെട്ടെന്ന് ഭക്ഷണവും കഴിച്ചിട്ട് അങ്ങ് പോയി. അടുത്ത ദിവസമായി തീൻമേശയിൽ ഭക്ഷണമൊക്കെ അവിടെ ഉണ്ട്. എന്തായാലും അവരവിടെയൊന്നും ഇല്ല. ഇദ്ദേഹം പ്രത്യേകിച്ച് വിളിച്ചതുമില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, 10 ദിവസമായി. അപ്പോൾ ഇദ്ദേഹം ചിന്തിച്ചു, മുഖം ഇങ്ങനെ ഒരു അപകടം പറ്റി പരിക്ക് പറ്റിയെങ്കിലും അവർക്ക് മനോഹരമായ മുടിയുണ്ട്, അവർ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്നുണ്ട്, അവർ അനാവശ്യമായി സംസാരിക്കുന്നില്ല. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അടുത്ത ദിവസം അവരുടെ അടുത്ത് അവർ പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ, തീൻമേശയുടെ അടുത്ത് വന്നിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞില്ലേ, എന്തുകൊണ്ട് നിങ്ങൾ വരുന്നില്ല? അപ്പോൾ അവർ പറഞ്ഞു, അങ്ങയ്ക്ക് അത് ഇഷ്ടമാകില്ലെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്കങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല, നിങ്ങൾക്കിവിടെ വന്നിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവരെ തീൻമേശയിൽ ഒരു സൈഡിലിരുത്തി രണ്ടുപേരും ഭക്ഷണം കഴിക്കുക. കുറച്ച് കഴിഞ്ഞപ്പം ഇയാൾ അവരിൽ ഭയങ്കരമായിട്ടുള്ള ഗുണങ്ങൾ കാണാൻ തുടങ്ങി. അവരുടെ മുടിയുടെ സൗന്ദര്യം, അവരുടെ അച്ചടക്കം എല്ലാം ഇദ്ദേഹം ഇങ്ങനെ കാണാൻ തുടങ്ങി. അവരോട് ഇയാൾ കൂടുതൽ സംസാരിച്ചു, അവർ വളരെ കുറച്ച് മാത്രം തിരിച്ച് സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹം വീണ്ടും മുറിയിലോട്ട് പോയി. അതിൻ്റെ അടുത്ത ദിവസം അയാൾ 1 മാസത്തേക്ക് നിൽക്കാൻ വന്ന അദ്ദേഹം അവിടെ നിൽക്കാതെ തിരിച്ച് അദ്ദേഹം പട്ടണത്തിൽ പോവുകയും ചെയ്തു. ഈ സ്റ്റോറിയുടെ ഒരു ചിന്താ വിഷയം എന്തെന്ന് വെച്ചാൽ, മട്ടുപ്പാവിലിരുന്നു കൊണ്ട് പുറം കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കാണാൻ ഇഷ്ടംപോലെ ചോയ്സുകൾ ഉള്ളത് കൊണ്ട് തിരഞ്ഞെടുപ്പുകൾ മനസ്സ് ചെയ്തതുകൊണ്ട് അത് കൊള്ളാം, ഇത് കൊള്ളാം, ഇത് നല്ലത്, അത് നല്ലത്, അതിനേക്കാൾ നല്ലത് ഇതാണ് എന്ന് പറയുന്ന ചിന്തകളുടെ വ്യവഹാരങ്ങളിൽ നിന്നത് കാരണം തലമൂടി നടന്നുപോയ ഈ സ്ത്രീ ഒരു വലിയ കാഴ്ച വസ്തു അദ്ദേഹത്തിനല്ലായിരുന്നു. പക്ഷേ വ്യത്യസ്തമായ തലമൂടി പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, മുഖമൊന്നും കണ്ടിട്ടില്ല. എന്നാൽ ആ പട്ടണത്തിൽ നിന്ന് അദ്ദേഹം കാട്ടിലേക്കെത്തി ആ ബംഗ്ലാവിൽ നിന്ന് താമസിച്ചപ്പോൾ മനസ്സിനുള്ള ചോയ്സുകളൊന്നുമില്ല. ചോയ്സ് ഇല്ലാതെ വന്നപ്പോൾ എന്ത് പറ്റി? ആകെ ഉള്ള ഒന്നിലോട്ട് ഡിമാൻഡ് വന്നു. അപ്പോഴാദ്യം ഇദ്ദേഹത്തിൻ്റെ സൗന്ദര്യ സങ്കല്പത്തിനെതിരെയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആദ്യം മനസ്സ് അതിനെ റിജക്റ്റ് ആക്കിയെങ്കിലും ചോയ്സുകളൊന്നും ഇല്ലാത്തത് കാരണം ഉള്ള ഒരാളിൽ മനസ്സ് സൗന്ദര്യം കൽപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ ഏതൊക്കെ രീതിയിലോട്ടാണ് പോകുന്നതെന്നുള്ളത് ചിന്തിക്കണം. അപ്പം ഇനി അവിടെ തുടർന്നാൽ ഇനി ഇവരെ കല്യാണം കഴിക്കേണ്ടി വരുമെന്നുള്ളൊരവസ്ഥ വന്നത് കാരണമാണ് ഇദ്ദേഹം ശരിക്കും തൻ്റെ മനസ്സിൻ്റെ ചലനത്തെ കൃത്യമായി നിരീക്ഷിച്ചത് കൊണ്ടാണ് അദ്ദേഹം പട്ടണത്തിലോട്ട് തന്നെ പോകാൻ കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ചിന്തകൾ സന്ദർഭോചിതമായി മാറി. ഇപ്പോൾ നമ്മൾ ഒരു കംഫർട്ട് സോണിലിരുന്ന് ചിന്തിക്കുന്നത് പോലെയല്ല ഒരു ക്വാറൻറ്റൈനായിട്ട് അല്ലെങ്കിൽ ഒരിടത്ത് മാറി നിൽക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളുടെ രീതി. ശരിയായ നിരീക്ഷകൻ ഉണർന്നാൽ ഈ പറയുന്ന ചിന്തകൾ ഏതൊക്കെ തരത്തിലായിരുന്നാലും കൃത്യമായി അവന് മനസ്സിലാകും. അല്ലാത്ത പക്ഷം ചിന്ത അവനെ വലിച്ചുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലോട്ട് അങ്ങ് വീണ്ടും കടന്നു വരാം. നമുക്ക് വരേണ്ടത്
അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാകേണ്ടത് നിരീക്ഷകനെയാണ്. പ്രാധാന്യം കൊടുക്കേണ്ടത് നിരീക്ഷകനെയാണ്. നിരീക്ഷകൻ നിരീക്ഷിച്ചോട്ടെ, മനസ്സിൻ്റെതായ പ്രവർത്തനങ്ങൾ അവിടെ നടന്നോട്ടെ. അതിനെല്ലാം നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷകനെ നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുക, അത് നിലനിർത്താൻ നോക്കുക. ആ നിരീക്ഷകൻ നിരീക്ഷിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വിലയിരുത്തൽ പാടില്ല, വ്യാഖ്യാനം പാടില്ല, തരംതിരിക്കാൻ പാടില്ല, ഒരു രീതിയിലുള്ള ഇൻ്റർപ്രട്ടേഷനും കൊടുക്കാതെ നിരീക്ഷകൻ നിരീക്ഷകൻ്റെ ജോലി ചെയ്യുവാൻ അനുവദിക്കുക. അങ്ങനെ വരുമ്പോൾ ശരിക്കും എല്ലാം വന്നു പോകുന്നതാണെന്നും ഈ വന്നു പോകുന്നത് ഏത് പ്രതലത്തിലാണെന്നും ആ പ്രതലത്തെ നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷകൻ അവിടെ ഉണ്ടെന്നും നിരീക്ഷകൻ സത്ത തന്നെയാണെന്നും തിരിച്ചറിയുന്ന ഒരവസ്ഥ വരും. തുര്യവും തുര്യാതീതവുമായ ആശയങ്ങളിൽ പെട്ടുപോകാതെ കേവലം നിരീക്ഷകനായിട്ട് തന്നിലുള്ള സത്തയെ തിരയുക, നിരീക്ഷിക്കുക, അറിയുക.